റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തആഹദു, നിങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം ഖുർആനിൻ്റെ കാര്യത്തിൽ. ബിഹാദൽ ഖുർആൻ, ഈ ഖുർആനിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. ഖുർആൻ നമ്മുടെ എല്ലാമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മളുടെ പള്ളിയും നമസ്കാരവും മറ്റ് കർമ്മങ്ങളൊക്കെ ഖുർആനുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരിക്കണം എന്ന്. ഖുർആനുമായിട്ട് ഒട്ടിച്ചേർന്ന് നിൽക്കണം ഒരു മുസ്ലിം. നിങ്ങൾ ഏതെങ്കിലും ഖുർആൻ മനഃപ്പാടമാക്കിയിട്ടുണ്ട് എങ്കിൽ വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി തഫല്ലത, മുഹമ്മദിൻ്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, അള്ളാഹു തന്നെയാണ് സത്യം എന്ന് പറയാനില്ല. കാരണം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു ആയത്ത് പഠിച്ചിട്ടുണ്ട് എങ്കിൽ അത് മറക്കാൻ പാടില്ല, അത് മറന്നുപോകും. തഫല്ലത മിനൽ ഇബിലി ഫി ഉഖ്രിഹ, കെട്ടിയിടപ്പെട്ട ഒട്ടകം അത് കഴിയുന്നിടത്തോളം, അന്നത്തെ കാലത്തുള്ള മൃഗത്തിനെ സംബന്ധിച്ച് പറയാം. അപ്പൊ നമ്മളെ കാലത്തുള്ളതൊക്കെ ഓരോ മൃഗങ്ങളും പക്ഷികളും ഒക്കെ അത് ബന്ധിപ്പിക്കപ്പെട്ടത് അത് അതിൻ്റെ ആ ബന്ധനത്തിൽ നിന്ന് ഒഴിവായി പോകുന്നത് പോലെ ഖുർആനും നമ്മിൽ നിന്ന് വേഗം പോയിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നബി വേറൊരു ഹദീസ് പറഞ്ഞതായിട്ട് കാണാം, നിങ്ങൾ എത്ര മോശമാണ് മറന്നു എന്ന് പറയുന്നത്. ഖുർആനെ ഇനിയിപ്പോൾ അഥവാ അങ്ങനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ നുസീത്തു, ഞാൻ മറക്കപ്പെട്ടു എന്നേ പറയാവൂ. മറന്നുപോയി എന്നങ്ങനെ പറയരുത്. എങ്ങനെ മറക്കുന്നത്? ചിലപ്പോൾ മറക്കപ്പെടും. അള്ളാഹുവിൻ്റെ നമ്മുടേതായ ശാരീരികമായ പ്രയാസങ്ങളും വാർദ്ധക്യമൊക്കെ ആവുമ്പോൾ എല്ലാം മറക്കും. നമ്മളിപ്പം കാണുന്ന ഒരുവിധ ആളുകളുടെ പേരുകളൊക്കെ എനിക്കറിയാം, നിങ്ങൾക്ക് എൻ്റെ അറിയാം. ഇനി പെട്ടെന്നുണ്ടാവും ഓർമ്മ ശക്തിയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. എന്നെ കാണുമ്പോൾ ഇങ്ങളേതായിരുന്നു എന്ന് ചോദിക്കും. ഇങ്ങനെയുള്ള എത്രയോ ആളുകളെ നമുക്കറിയാം. അയാൾ പിന്നെയും ചോദിക്കും, നമ്മൾ പറഞ്ഞു കൊടുത്താലും പേര് ചോദിക്കാൻ. അത് വേറെ കാര്യം. അത് മറക്കപ്പെട്ട ഖുർആൻ മറന്നു പോകരുത്. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ എഴുതി വെക്കണം. ഞാൻ ഇന്നലെ എൻ്റെ മകൻ്റെ ഒരു സ്കൂളിൽ പോയി. അവിടുത്തെ പാരന്റ് മീറ്റിംഗ് അല്ല, ഗ്രാൻഡ് മദേഴ്സിൻ്റെ മീറ്റിംഗ്. അതെവിടെയും നടക്കാറില്ല. അങ്ങോട്ട് വിളിച്ചപ്പോൾ ചെന്നതാണ്. എന്നിട്ട് അവിടുന്ന് കുട്ടികൾ നന്നായിട്ട് നമ്മുടെ വേറെ കുട്ടികൾ നല്ല ഖുർആൻ ഓതുന്നുണ്ട്. എല്ലാ രക്ഷിതാക്കളും തങ്ങളുടെ മക്കൾ ഏതൊക്കെ സൂറത്തുകളാണ് പഠിച്ചത്, ഏതൊക്കെ സൂറത്തിൻ്റെ ഇടയിലുള്ള ആയത്തുകളാണ് പഠിച്ചത് എന്ന് അവിടെ എഴുതിക്കൊണ്ടുവരണം. അങ്ങനെ അത് എഴുതിക്കൊണ്ടുവരണം. എന്നിട്ട് ഏതൊക്കെ രക്ഷിതാക്കള് ഗ്രാൻഡ് ഫാദേഴ്സും ഗ്രാൻഡ് മദേഴ്സും ആരൊക്കെ ഇത് പഠിച്ചിട്ടുണ്ട് എന്നും കൂടെ ചോദിക്കുന്നു. കാരണം അത് ഇങ്ങനെ ബന്ധമുണ്ടാക്കിയെടുക്കുകയാണ്. മാതാപിതാക്കൾക്ക് മാത്രമല്ല, വല്യുപ്പമാർക്കും ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്ന നല്ലൊരു സംവിധാനമായിട്ടാണ് എനിക്കത് തോന്നിയത്. എന്നിട്ട് അവർ ഓരോരുത്തരും എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ പേരക്കുട്ടി ഇന്ന സൂറത്തുകളൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സംവിധാനം അത് എഴുതി വെക്കുന്നത് നമുക്കും നല്ലതാ. ഖുർആനുമായിട്ട് എനിക്ക് ഇത്ര നല്ല ബന്ധം ഉണ്ട് എന്ന് അറിയിക്കുവാനുള്ള ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ നമ്മളോട് അത് മറന്നു പോകും. ഞാൻ പഠിച്ച ഓരോരോ ആയത്തുകളും സൂറത്തുകളും ഒക്കെ ഞാൻ എൻ്റെ മൊബൈലിൽ ശരിക്കും ആ നോട്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കാരണം എന്താ, നമുക്ക് പിന്നെ അത് ഓർമ്മ കിട്ടൂല. അതിലൊക്കെ നോക്കിയിട്ട് ഖുർആൻ ഇടക്കിടക്ക് ഓതുക. ഇന്നിപ്പോൾ സൂറത്ത് ലുക്മാൻ ഓതി, അത് നാളെയും കൂടി ഓതിയിട്ടില്ലെങ്കിൽ പിന്നെ അതങ്ങ് മറന്നു പോകും. അങ്ങനെയാണ് ഏതും. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഖുർആൻ നമ്മൾ പഠിച്ചത് മറക്കാതിരിക്കുക. എന്നാൽ പിന്നെ പഠിക്കണ്ട എന്ന് വിചാരിക്കരുത് കേട്ടോ. കഴിയുന്നിടത്തോളം പഠിക്കുക, കഴിയുന്നിടത്തോളം ഖുർആനുമായിട്ട് നല്ല ബന്ധം. ഷഹറുൽ ഖുർആൻ എന്ന് ഈ മാസത്തെ സംബന്ധിച്ച് ഇത് തീരാനായിരുന്നു. ഇനി റമദാനുമായിട്ട് നല്ലോണം ഖുർആനുമായിട്ടുള്ള നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. നമ്മുടെ വീടുകളിലേക്ക് റമദാനിന് വേണ്ടിയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ ഏകദേശം നമ്മൾ റെഡിയാക്കി വെക്കുന്ന ഒരു സമയം ആയി.
അത് ചെയ്യും, നല്ല കുഴപ്പമൊന്നുമില്ല. അതിപ്പോ നമ്മളോട് വീട്ടുകാരിയൊക്കെ പറയും എന്നത് വേണം. അതിന്റെ ഒരുവിധം ഒക്കെ റെഡിയായിരിക്കും. ഓരോ ബോക്സുകളിലും എല്ലാം റെഡിയായി വെച്ചിട്ടുണ്ടാവും. വീടുകൾ അലങ്കരിച്ചിട്ടുണ്ടാകും, വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ടാവും. ഒക്കെ നമ്മുടെ മനസ്സിനെ ഖുർആനാകുന്ന ഗൈഡൻസ് കൊണ്ട് അലങ്കരിക്കുവാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ മറോടണിച്ച് ഖുർആനുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചെടുത്ത് ജീവിതം നയിക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. പാപങ്ങളെല്ലാം അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിലും ഇണകളിലും സമ്പത്തിലും തൊഴിലിലും ഇടപഴകുന്ന എല്ലാ മേഖലകളിലും റബ്ബ് ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.